ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു നാടൻ വിഭവത്തിന്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ ഇലയട അഥവാ ഇലയപ്പം എന്ന് പറയുന്ന പലഹാരത്തിന്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ എങ്ങനെയാ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം നമുക്ക് ശർക്കരപ്പാനി ഉണ്ടാക്കാം. ശർക്കര ഉരുക്കിയെടുക്കണം. ശർക്കര ഉരുക്കിയെടുത്തല്ലെങ്കിൽ നമുക്ക് ശർക്കര ഡയറക്റ്റ് ചീകിയെടുക്കാം. തേങ്ങയായിട്ട് മിക്സ് ചെയ്ത് എടുക്കാം. ഇവിടെ ഇപ്പോൾ ഞാൻ ശർക്കര ഉരുക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ മധുരത്തിന് ആവശ്യമായ ശർക്കര എടുക്കണം. അതിലേക്ക് ഒരു 1/4 ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് നമുക്ക് ശർക്കരയൊക്കെ ഉരുക്കിയെടുക്കാം. അതൊന്ന് അരിച്ചെടുക്കുന്നത് നന്നായിരിക്കും. എന്തെങ്കിലും വല്ലാത്ത വേസ്റ്റോ മണ്ണോ കല്ലോ അങ്ങനെ എന്തെങ്കിലും വേസ്റ്റ് ഉണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടിയിട്ട് നമുക്കതൊന്ന് അരിച്ചെടുത്ത് വെക്കാം. അതിലേക്ക് തേങ്ങ ചിരകിയതും ഏലക്ക പൊടിച്ചതും കൂടെ ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. ഏലക്ക ചെറിയ അളവായതുകൊണ്ട് തന്നെ പൊടിച്ചു കിട്ടാൻ പാടായിരിക്കും. അപ്പൊ കുറച്ച് പഞ്ചസാരയും കൂടെ ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. അപ്പൊ നമ്മുടെ ഫില്ലിംഗ് റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വേണമെങ്കിൽ ചെറുപയറും കൂടെ വേവിച്ച് ചേർക്കാവുന്നതാണ്. അതും നല്ലൊരു ഫില്ലിംഗ് തന്നെയാണ്, നല്ല ടേസ്റ്റ് ആണ്. അതായത് നമ്മുടെ ഈ ശർക്കര തേങ്ങ മിക്സിലേക്ക് ചെറുപയറും കൂടെ വേവിച്ച് ചേർക്കാവുന്നതാണ്. അട ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ 1 കപ്പ് അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. പുട്ടിന്റെ പൊടി എടുക്കരുത്, നമ്മൾ ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. അപ്പൊ എനിക്ക് ഈ മാവിലേക്ക് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്യുമ്പോൾ പലപ്പോഴും സക്സസ് ആവാറില്ല. അപ്പൊ ഞാൻ ചെയ്യുന്നൊരു രീതിയാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പൊ ഞാൻ ഇതിലേക്ക് 1 കപ്പ് അരിപ്പൊടിയിലേക്ക് അര ടീസ്പൂണോളം ഉപ്പും ചേർത്ത് അല്പം നെയ്യും കൂടെ ചേർക്കും. എന്നിട്ടൊരു 1/4 കപ്പ് നോർമൽ ടെമ്പറേച്ചറിലെ വെള്ളം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത്, കട്ടയൊന്നുമില്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം ഫ്ലെയിം ഓണാക്കി പാത്രത്തിൽ നിന്നും ആ മാവ് ഇങ്ങനെ വിട്ട് ഉരുണ്ട് വരുന്ന ആ ഒരു പരുവ് ആവുമ്പോഴത്തേക്കും നിർത്തും. ഫ്ലെയിം ഓഫ് ചെയ്യും. എന്നിട്ട് ഒരു 5 മിനിറ്റ് അടച്ചു വെക്കും. 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും അടപ്പ് തുറന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോഴും നല്ല ചൂടുണ്ട്, എന്നാലും പറ്റുന്ന വിധത്തിൽ കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പൊ അട ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ വട്ടയിലാണ് എടുത്തിരിക്കുന്നത്. വട്ടയില അല്ലെങ്കിൽ വാഴയിലായാലും നമുക്ക് എടുക്കാം. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഇതിനകത്ത് കുറച്ച് എണ്ണ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതാകുമ്പോൾ അട ഈസി ആയിട്ട് അതിൽ നിന്ന് ഇളകി വരും. എണ്ണ സ്പ്രെഡ് ചെയ്തില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. ഇവിടെ അല്പം എണ്ണ ഞാൻ തടവി കൊടുക്കുന്നുണ്ട്. ഇനിയൊന്നുമില്ല, നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മാവിൽ നിന്ന് അല്പം ഉരുളകളാക്കി എടുത്ത് ഇതുപോലെ വട്ടത്തിന് പരത്തി എടുക്കുക. കയ്യിലൊട്ടുന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് നമുക്ക് വെള്ളം ഒന്ന് നനയ്ക്കാവുന്നതാണ് കൈ. അതുപോലെ വെച്ച് ഫില്ലിങ്ങിൽ വേണമെങ്കിൽ നമുക്ക് പഴം അരിഞ്ഞ് ചേർക്കാം, അല്ലെങ്കിൽ ഞാൻ മുന്നേ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ചെറുപയർ അവിച്ചതും ചേർക്കാവുന്നതാണ്. അപ്പൊ എല്ലാം ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ഇഡ്ഡലിക്കുട്ടത്ത് വെച്ച് ആവി കയറ്റിയെടുക്കാം. ഇഡ്ഡലിക്കുട്ട ഇല്ലാത്തവർക്ക് കുക്കറിൽ ഒരു പ്ലേറ്റ് ഇറക്കി അതിൽ വെച്ചും നമുക്ക് വേവിച്ചെടുക്കാവുന്നതാണ്. ഇഡ്ഡലി തട്ടിലേക്ക് ഓരോന്നായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 10 മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ടാണ് വേവിക്കുന്നത്. അപ്പൊ അതിനാവശ്യമായിട്ടുള്ള വെള്ളം ഇഡ്ഡലിക്കുട്ടത്തിൽ വെക്കണം. വെള്ളം വറ്റിപ്പോകരുത്. അപ്പൊ 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ അടപ്പ് തുറന്നു നോക്കിയിട്ടുണ്ട്. ഏകദേശം വെന്തു എന്ന് തോന്നുന്നു. അപ്പൊ നമുക്ക് ഇനി തീ ഓഫ് ചെയ്ത് കൊടുക്കാം. ഇപ്പൊ ഇലയുടെ ഇവിടെ തയ്യാറായിട്ടുണ്ട്. വൈകുന്നേരങ്ങളിൽ ചായക്കൊപ്പം കഴിക്കാവുന്ന ഒരു പലഹാരമായിട്ടോ അല്ലെങ്കിൽ ഒരു ഡിന്നറായിട്ടൊക്കെ നമുക്കിത് കഴിക്കാവുന്നതാണ്. ഇപ്പൊ നമുക്ക് മധുരം താല്പര്യം ഇല്ലാത്തവർക്ക് വെറുതെ തേങ്ങയും പഴവും മാത്രമായിട്ട് ഫില്ലിങ് വെക്കാം. അതല്ല, ശർക്കര താല്പര്യം ഇല്ലെങ്കിൽ തേങ്ങയും പഞ്ചസാരയും കൂടെ ആയിട്ട് ഫില്ലിങ് വെക്കാം. എങ്ങനെയാന്ന് വെച്ചാലും നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാം. അപ്പൊ ഇത് ട്രൈ ചെയ്തിട്ടില്ലാത്തവരൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. ഇനി മറ്റൊരു റെസിപ്പി ആയിട്ട് കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ബൈ, നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം.